നമ്മൾ കോൺവൊക്കേഷന് വേണ്ടി പോവുകയാണ്. നമ്മൾ അത് കാണാമെന്നല്ല, കാവേരി ഇവിടെ പള്ളി മറക്കാണ് കോൺവൊക്കേഷൻ കാണാനൊന്നല്ല. അപ്പുറത്തെ ഫുഡ് അടിക്കാൻ പോണാണ് ഇത്രയും ഒരുങ്ങി. അപ്പുറത്തെ പറമ്പിലാ? അതെ, പറമ്പില്. അതെ, തൊട്ടപ്പുറത്താണ് പോണത് വീട്ടില്. ഞാൻ ഇത്ര ഇതായിട്ടുള്ളത് മാല നോക്ക്, എന്നെ കാണുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടി ഞാൻ ഇത്ര കോൺവൊക്കേഷനാണ് പോണത്. കണ്ടാ, നമുക്ക് ഇതൊക്കെ മതി. നമ്മൾ സിംപ്ലിസിറ്റിയുടെ ആളാണ്. എനിക്ക് ഇത്തിരി സൗന്ദര്യം കൂടി പോയി. ദൈവം അനുഗ്രഹിച്ചു തന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ടാണ് എക്സ്ട്രാ പുട്ടി കുറച്ച് മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട്. എനിക്ക് നാച്ചുറൽ ബ്യൂട്ടി. ഞാൻ മുഖം കഴുകിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കി തൊട്ടോക്കിക്കോ. വെറുതെയാ ഒന്നുമില്ല. ഇങ്ങനെ വെളുത്തിട്ട് എന്തായി പറയുന്നത്? വിവരമില്ലാത്ത കണ്ടാ പറയണ കണ്ടോ പൊടി മാറിയത്. ഈ വെയിലത്ത് വേണം നടക്കാൻ. നമ്മളെ രണ്ടുപേരും കാണാൻ ഒരുപോലെ ഇല്ലേ? സിസ്റ്റേഴ്സ്. ഒരമ്മ പെറ്റ കുട്ടികളെ പോലെ ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. പാടണം, എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് ഇനി വേണ്ട. അപ്പൊ നമ്മള് കാവേരിക്ക് ഫുഡ് അടിക്കാൻ പോവാണ്. കാരണം ഇവിടെ പ്രൊവൈഡ് ചെയ്യില്ല. കാരണം എന്താ, നമ്മള് ഡീകോട്ടേഴ്സ് ആണ്. നമ്മള് സ്പെഷ്യൽ പിള്ളേരായോണ്ട് ഡീകോട്ടേഴ്സ് ഹോസ്റ്റല് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും അറ്റത്തായോണ്ട് നമുക്ക് ഇവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യില്ല. അവർക്ക് ഫുഡ് കൊണ്ടുവരാൻ പാവങ്ങൾ, ഓട്ടോ ഒന്നും ഇല്ല, വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം ഇവിടം വരെ ഫുഡ് കൊണ്ടുവരണ്ടേ, അതിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കോൺവൊക്കേഷൻ ആയതുകൊണ്ട് വേണ്ട, വെയിലത്ത് നടന്നു പോവാം. നമ്മള് വണ്ടി വിളിക്കും. ഓ, വണ്ടിക്കാരൻ്റെ നമ്പറൊക്കെ ഉണ്ട്, വിളിക്കാന്നാ. ചാതരനെ വിളിക്കും. അതെ, ദർശനക്ക് വയ്യാന്നുണ്ട് ആംബുലൻസ് വിളിക്കാണ്ട് കാവേരിയിൽ ഇറക്കാൻ പറയാം. എന്തൊരു സാധനങ്ങളാ നിങ്ങള് എന്റെ യൂസ് ആക്കുന്നത്. അപ്പൊ നമ്മളെ കാവേരിയിൽ വെച്ച് കാണാം കോൺവൊക്കേഷൻ ഫുഡ് എന്തായിരിക്കാണോ ഫുഡ്. ഇറങ്ങുകയാണ്. സാധന മാമിനെ വിളിച്ച് സാധന മാം പറഞ്ഞു ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യാന്ന്. അതുകൊണ്ട് നമ്മള് വെഹിക്കിളിൽ പോകും. ഒരുത്തി വരുന്നു. ഡ്രസ്സൊക്കെ മാറിയപ്പോഴേക്കും, കാരണം കഴിഞ്ഞ വ്ളോഗിൽ അതേ ഡ്രസ്സാണ് ഇട്ടത്. അതുകൊണ്ട് ഈ വ്ളോഗിൽ വേറെ ഡ്രസ്സ് ഇടാൻ വേണ്ടിട്ട് എന്റെ ഡ്രസ്സ് എടുത്തിട്ട്. ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? പച്ച, പിസ്ത പച്ച, ആ കളറ്. പക്ഷെ ഇതേ ഡ്രസ്സ് സ്റ്റുഡിയോന്ന് എടുത്തതാ. വണ്ടിയിൽ വരിക. ഹലോ ഗൈസ്, നമ്മള് കാവേരി എത്തി. ഇതാണ് മെയിൻ ഹോസ്റ്റല്. നടന്നു പോവുകയാണ്. നമ്മൾ കാവേരി ഹോസ്റ്റലിലെത്തി. അതിലെ വഴികളിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. അവിടെ കുറേ കോൺവൊക്കേഷൻ കഴിഞ്ഞ പിള്ളേരെ കാണാം. അല്ലെ, ആ വൈറ്റും വൈറ്റൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. കാണുന്നുണ്ടോ ഇതിൽ? അവരൊക്കെ കാണാം. പിന്നെ ആരൊക്കെ പാരൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. മലയാളീസിന് പോലെ ഉണ്ട് അല്ലേ പാരൻസിനൊക്കെ? അവരൊക്കെ കാണാം. നിങ്ങൾക്ക് ആ ഗോപി മഞ്ചൂരി കിട്ടിയിട്ടില്ല? ചോറ് നല്ല ഫുഡാണ്. എന്തോ തൈരുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മറ്റേ വല വല പോലത്തെ ആ സംഭവമുണ്ട്, പിന്നെ മസാല റൈസ് ഉണ്ട്, സാദാ ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ മറ്റേ ഇവരെന്തോ പുളിയോഗ്ര എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം, ഇവരെന്തോ ഫേമസ് ആയ സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നമുക്ക് ഫുഡ് കിട്ടേണ്ടതല്ല, പക്ഷെ നമ്മളെ ഇടയിൽ കയറി ഫുഡ് വാങ്ങി. ഇത് ഇവർക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡാണ്, നമുക്ക് സാധാ ഫുഡാണ്. പക്ഷെ നമ്മളെ ഇടയിൽ അതെ, നാണം മാനം ഇല്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ വാങ്ങും. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മൾ എൻജോയ് ചെയ്യണം. ഓക്കെ, ബായ്. ഫുഡ് കഴിച്ച് രസമുണ്ട്, പപ്പടമുണ്ട്. പപ്പടാ? അത് പിന്നെന്താ? പപ്പടല്ല, വല വല സാധനം കാണിക്കരുത്. എന്താ വല വല സാധനം? എനിക്ക് സ്പെഷ്യൽ പാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ പാസ് ആയിരുന്നു. ഞാൻ ഇവിടുത്തെ വോളണ്ടിയർ ആയിരുന്നു. അതെ, എടാ വായ തുറന്നു പറയാം. നാണം മാനം ഇല്ലാതാണ് അങ്ങോട്ട് കയറി ചെന്ന് അങ്ങനെ പറയാം. എന്താ ഇതെന്റെ ഫാൻസ്
സാന്ദ്രേ എങ്ങനെയുണ്ട് ദർശനം അനശ്വര ഫുഡ്? നല്ലതാണ്. പിന്നെ വിചാരിക്കാതെ കിട്ടിയതായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കിട്ടും. അതായത് പെട്ടെന്ന് ഞാനിപ്പോ തുടങ്ങിയത് എന്നാ വെള്ളിയാഴ്ച എന്നാ ഞാൻ തുടങ്ങിയത് 2 ദിവസം വേണ്ട തിങ്കളാഴ്ച ശനിയാഴ്ച ഞാൻ തുടങ്ങിയത്. അപ്പൊ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് 40 കൂടുതൽ കിട്ടിയല്ലോ എന്താ സബ്സ്ക്രൈബേഴ്സ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ എത്രയാവൂലേ? ആൻഡ് പ്രൊമോഷൻ നമ്മൾ തന്നെ പ്രൊമോഷൻ ചെയ്യണം സ്റ്റാർട്ടിങ്ങിൽ. വ്ളോഗിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ദർശനോട് ചോദിച്ചാൽ മതി. ദർശനം എല്ലാം പറഞ്ഞു തരും അല്ലേ? പക്ഷെ എന്റെ വ്ളോഗ് ഞാൻ പറയണതുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ കണ്ടന്റ് ലെസ് ആണ്. എനിക്ക് കണ്ടന്റ് കുറവാ. പിന്നെ എന്റെ ഫോണിന് തീരെ ക്ലാരിറ്റി ഇല്ല. അതങ്ങനെ കുറച്ച് സംഭവങ്ങൾ സിറ്റുവേഷണൽ സംഭവങ്ങൾ കാരണം എനിക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ എന്റെ പിന്നെ നമുക്ക് സമയമില്ല പഠിക്കാൻ. അതെ, നമ്മൾ പഠിക്കണ പിള്ളേർ, നമുക്ക് അതിനൊന്നും സമയമില്ല. നമ്മളിങ്ങനെ ഫുൾ ടൈം പഠിപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. പ്രത്യേകിച്ച് ഇവിടെ ഗായ്സ് നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ബിബിന് ഓടിപ്പോന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ബിബിനെ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. നമ്മുടെ കൂടെ എന്നും സപ്പോർട്ടായിട്ട് നമ്മുടെ സ്വന്തം കാണിക്കടാ. എവിടെ അങ്ങനെയില്ല. ഇപ്പൊ നല്ല ചൂടാണ് ഇവിടെ. എല്ലാരും വ്ളോഗ് എടുക്കാണ്. എല്ലാരും വ്ളോഗ്. സാന്ദ്രനെ നല്ല രസമുണ്ട് കാണാൻ. അനശ്വരയുടെ കോംപ്ലിമെന്റ് ആണ്. സാന്ദ്രനെ നല്ല രസമുണ്ട് കാണാൻ. നമ്മളോടൊന്നും പറയത്തില്ല. രസമുണ്ട് പറഞ്ഞാൽ ശരി.